ഹൈദരാബാദിലെത്തുന്ന അധികം ആർക്കും അറിയാത്ത ഭൂമിക്കടിയിലെ ഒരു വിസ്മയം കാണാനാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഹൈദരാബാദിലെത്തി റൂം ചെക്ക് ഇൻ ചെയ്ത് ഒന്ന് ഫ്രഷ് ആയി വന്നപ്പോഴേക്കും എന്റെ ഉറ്റ സുഹൃത്ത് കിരൺ നമുക്ക് വേണ്ടി ഹോട്ടൽ ലോബിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി ബിർള മന്ദിർ കാണാനായി പുറപ്പെട്ടു. മൊബൈൽ ഫോൺ, ക്യാമറ ഒന്നും ക്ഷേത്രത്തിനകത്തേക്ക് അനുവദിക്കത്തില്ല. രാജസ്ഥാനിൽ നിന്ന് എത്തിച്ച വെണ്ണക്കല്ലിൽ തീർത്ത ഒരു അത്ഭുതമാണ് ഈ ബിർള മന്ദിർ. ക്ഷേത്രത്തിന്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ ഹുസൈൻ സാഗർ ലേക്കും ഹൈദരാബാദ് സിറ്റിയുടെ ഒരു വൈഡ് വ്യൂവും ഒക്കെ കാണാൻ പറ്റും. കുറച്ചു നേരം ബിർള മന്ദിറിന് താഴെയുള്ള മാർക്കറ്റിലൊക്കെ കറങ്ങിയതിന് ശേഷം നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് തിരിച്ചു. പോകുന്ന വഴി കണ്ടതാണ് ഈ ഒരു ബിൽഡിംഗ്. ഇതെന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? ഇനി നമ്മൾ പോകുന്നത് ഹൈദരാബാദിന്റെ മണ്ണിൽ ചരിത്രം ഉറങ്ങുന്ന ബൻസാലിപേട്ട് സ്റ്റെപ്പ് വെല്ലിലേക്കാണ്. വിശ്വസിക്കാൻ പ്രയാസമാണ്, എന്നാലും ഒരു കാലത്ത് മാലിന്യങ്ങളാൽ നിറഞ്ഞ് ആരും തിരിഞ്ഞു നോക്കാതെ നശിച്ചു പോയ ഒരു സ്ഥലമാണ് ഇന്നിവര് ഹൈദരാബാദിലെ തന്നെ ഏറ്റവും മികച്ച ഒരു പൈതൃക സ്മാരകമാക്കി മാറ്റിയിട്ടുള്ളത്. ഹൈദരാബാദ് വരുന്നവർ ഇവിടെ ഒരിക്കലും മിസ് ചെയ്യാതിരിക്കുക. വൈകിട്ട് ഒരു 6-7 മണി സമയത്ത് വരുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഹൈദരാബാദ് സിറ്റിയുടെ തിരക്കിൽ നിന്നൊക്കെ മാറി കുറച്ചു നേരം ശാന്തവും സമാധാനമായിട്ട് ഈ ഒരു അലങ്കാര ദീപങ്ങളും ഒക്കെ ആസ്വദിച്ച് നമുക്ക് ഇവിടെ ഇരിക്കാം. അങ്ങനെ കുറച്ചു നേരം നമ്മളും അവിടെ ഫോട്ടോ ഒക്കെ എടുത്തിരുന്ന ശേഷം തിരിച്ച് ഹോട്ടലിലേക്ക് പോയി. ഹോട്ടലിലെത്തിയപ്പോഴത്തേക്കും ഒരു അടിപൊളി വെജ് ബൊഫെ നമുക്ക് വേണ്ടി റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതുമൊക്കെ കഴിച്ച് നാളത്തെ കാഴ്ചകൾക്കായിട്ടുള്ള കാത്തിരിപ്പ്.